നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ നാളെ റയൽ മാഡ്രിഡ് റയൽ ബെറ്റീസുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 8:45 സാന്റിയാഗോ ബെർണാബുവിലാണ് ആ മത്സരം. ആ കളിക്ക് പക്ഷേ അവരുടെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഉണ്ടാവില്ല. അദ്ദേഹം പരിക്ക് കാരണം പുറത്താണ്. പിന്നെയുള്ള ചോദ്യം, എംബാപ്പെ എന്ന് മടങ്ങിയെത്തും? സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ സെമിഫൈനൽ മത്സരം ജനുവരി 9 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലെ ജിദ്ദയിൽ വെച്ച് കളിക്കുകയാണ്. ആ കളിക്ക് എംബാപ്പെ ഉണ്ടാകുമോ? ചോദ്യം സാബി അലോൺസോയോടാണ്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും കോച്ചിൻ്റെ പ്രതികരണം നമുക്ക് ആദ്യം നോക്കാം. കോച്ച് പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ എംബാപ്പയെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഹോപ്പ്ഫുള്ളി കിലിയൻ ഈസ് റെഡി ഫോർ ദി സൂപ്പർ കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹം റെഡിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാളെ എന്തായാലും ഞങ്ങൾ കിലിയനെ മിസ് ചെയ്യും, ഒരു സംശയവുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ടീമിലുള്ള മറ്റ് താരങ്ങളുടെ കാര്യത്തിൽ വിശ്വാസമുണ്ട്. പിന്നെ ഈ ഇഞ്ചുറി ഒരു ബാഡ് ലക്കാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ മത്സരങ്ങൾക്ക് ശേഷവും ഞങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ ഡെവലപ്പ് ആവും അതനുസരിച്ചാണ് ഇനിയുള്ള തീരുമാനങ്ങൾ വരിക. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ ചെയ്യും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ. അതാണ് ഇപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. പിന്നെ നാളത്തെ കളിയിൽ ഡീൻ ഹുയ്സൺ ഉണ്ടായിരിക്കില്ല. ആ കാര്യം ഇപ്പോൾ സാബി കൺഫേം ചെയ്യുന്നുണ്ട്. ഡീൻ ഹുയ്സൺ ഫെൽറ്റ് സം ഡിസ്കംഫേർട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കോഷൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ കളിപ്പിക്കണോ ഇല്ലയോ എന്നുള്ളത് നാളെ തീരുമാനിക്കുന്നതാണ് അദ്ദേഹം ഇപ്പോൾ സാബി പറയുന്നത്. പക്ഷേ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം നാളെ കളിക്കാനുള്ള സാധ്യതയില്ല. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് റോഡ്രിഗോയെക്കുറിച്ചാണ്. റോഡ്രിഗോ ഏത് പൊസിഷനിൽ കളിക്കും, ആരായിരിക്കും എംബാപ്പയ്ക്ക് പകരം എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് റോഡ്രിഗോയെക്കുറിച്ച് പറഞ്ഞത്. റോഡ്രിഗോക്ക് അറ്റാക്കിൻ്റെ ഏത് പൊസിഷനിലും 3 പൊസിഷനിലും കളിക്കാൻ കപ്പാസിറ്റിയുള്ള കളിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സീസണിൻ്റെ ഫസ്റ്റ് പാർട്ട് നല്ല എക്സലൻറ്റ് ലെവലിലാണ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് വർഷത്തിൻ്റെ അവസാനം 2025 അവസാനം അദ്ദേഹം നടത്തിയത്. സോ അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് തിരികെ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ അദ്ദേഹത്തിന് നമുക്ക് ആവശ്യമുണ്ട്. മറ്റേതൊരു പ്ലെയറെയും പോലെ തന്നെ നമുക്ക് എംബാപ്പയുടെ പൊസിഷൻ കവർ ചെയ്യാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ റോഡ്രിഗോ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുകൂടി കോച്ച് പറഞ്ഞു. അപ്പോൾ ആരായിരിക്കും എംബാപ്പയ്ക്ക് പകരം എന്നുള്ളതിന് ഏതാണ്ടൊരു സാധ്യത, ഒരു സൂചന അവിടെ ലഭ്യമാണ്. അതേസമയം എംബാപ്പയുടെ കാര്യത്തിൽ ഇപ്പോൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുണ്ട്. അതിങ്ങനെയാണ്: കിലിയൻ എംബാപ്പെ വിൽ പ്ലേ അഗെയിൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇൻ സൂപ്പർ കപ്പ്. ഏതാണ്? അപ്പോൾ ഈ വാർത്ത ശരിയാണെങ്കിൽ എംബാപ്പെ സൂപ്പർ കപ്പിൽ ആദ്യ സെമിയിൽ തന്നെ കളിക്കാനുള്ള സാധ്യതയാണ് ഒരുങ്ങുന്നത്. അദ്ദേഹം നല്ല രൂപത്തിൽ റിക്കവർ ആകുന്നുണ്ട്. എന്തായാലും ടീമിനോടൊപ്പം അദ്ദേഹം ജിദ്ദയിലേക്ക് ട്രാവൽ ചെയ്യും. കളിക്കണോ വേണ്ടിയോ എന്നുള്ളത് അവിടെ നിന്നായിരിക്കും തീരുമാനിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.